സ്തോത്രം. അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവത്തിന് പുത്രൻ മൂലം ഈ സന്ധിയിലും മഹത്വവും പുകഴ്ചയും ഉണ്ടാകട്ടെ. വിവിധ ഇടങ്ങളിൽ നിന്ന് തിരുവചന പഠനത്തിനായി കൂടി വന്നിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും ക്രിസ്തുയേശുവിൽ വന്ദനങ്ങളെ അറിയിക്കുന്നു. വിശേഷിച്ച് കർത്താവിൻ്റെ ദാസന്മാർക്ക് ഇതുവരെ നമ്മെ അധ്യക്ഷത ചെയ്ത് നടത്തിയ കർത്താവിൻ്റെ ദാസൻ പ്രിയ ബാബു അങ്കിളിന് ഒക്കെ വന്ദനങ്ങൾ. നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ട് സർദീസിലെ സഭയോടുള്ള യേശുക്രിസ്തുവിന്റെ സന്ദേശം ആണല്ലോ. നാം അതിൽ എങ്ങനെയാണ് ക്രിസ്തു സർദീസിലെ സഭയ്ക്ക് വെളിപ്പെട്ടതെന്നും 2 സർദീസിലെ സഭയെക്കുറിച്ച് യേശു കർത്താവ് സകാരാത്മകമായി അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരുടെ നന്മകളെ എടുത്തു പറയുന്നത് എന്താണെന്നും 3-ാമത് അവരുടെ തിന്മകൾ ക്രിസ്തു അവരെ ശകാരിക്കുന്നത് ഏതെല്ലാം വിഷയങ്ങളിലാണെന്നും പഠിച്ചു കഴിഞ്ഞു. ഇന്നലെ നാം ചിന്തിച്ച് ആരംഭിച്ചത് യേശു കർത്താവിന് സർദീസിലെ സഭയോടുള്ള ഉപദേശം എന്ത്, ആലോചന എന്ത്, അഥവാ കൽപ്പന എന്ത് എന്നുള്ളതായിരുന്നു. അതിൽ നാം 6 കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. ആ 6 കാര്യങ്ങളിൽ ഒന്നാമത്തേത് നാം കണ്ടത് ഉണർന്നുകൊള്ളുക, ബി വാച്ച്ഫുൾ. ഉണർന്നുകൊള്ളുക എന്നതിൻ്റെ അർത്ഥവും നാം കണ്ടു. 2 പ്രധാന അർത്ഥതലങ്ങളാണ് നാം ആ വിഷയത്തിൽ കണ്ടത്. ഒന്ന്, വിശേഷാൽ സർദീസുമായുള്ള ബന്ധത്തിൽ ആത്മീയമായി മരിച്ചു കിടക്കുകയായതുകൊണ്ട് ആത്മീയ ജീവനിലേക്ക് മടങ്ങി വരിക എന്ന അർത്ഥം. 2, വളരെ ജാഗ്രതയോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുക എന്ന അർത്ഥം. ഏറ്റവും ഒടുവിലായി നാം ഏതാണ്ട് 5 കാര്യങ്ങൾ നാം ജാഗ്രത പുലർത്തേണ്ടതിനെ പറ്റിയും കണ്ടു. ഇനി നാം അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. അതിനു മുമ്പ് ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അതിന് നിവാരണം വരുത്തിയിട്ട് മുൻപോട്ട് പോകാം. ഇല്ലെങ്കിൽ നമുക്ക് 2-ാമത്തെ കൽപ്പനയിലേക്ക് പോകാം. പാസ്റ്ററെ, ജാഗ്രത, ജാഗരിക്കുക രണ്ടും ഒന്നാണോ? ജാഗ്രതയുള്ളവരായിരിക്കുന്നെങ്കിൽ ജാഗരിക്കും. ബി വാച്ച്ഫുൾ, ബി അലേർട്ട്, രണ്ടും ഒരേ അർത്ഥം. ജാഗരിക്കുക, ഉണർന്നിരിക്കുക എന്നൊരർത്ഥമുണ്ട്. ജാഗ്രതയുള്ളവരായിരിക്കുക, ശ്രദ്ധാലുക്കളായിരിക്കുക, രണ്ടും ഒരേ അർത്ഥമാണ് അതിൻ്റേത്. ജാഗരിക്കുന്ന ഒരാൾക്കേ ജാഗ്രതയായിരിക്കുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഉണർന്നിരിക്കുക എന്നും ശ്രദ്ധയോടെ ഇരിക്കുക, സൂക്ഷ്മത്തോടെ നടക്കുക എന്നുമാണ് അതിൻ്റെ അർത്ഥം. അത് ഇവിടെ ഒരേ അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, വേറെന്തെങ്കിലും? മറ്റൊന്നുമില്ല എന്ന് കരുതട്ടെ. എങ്കിൽ
രണ്ടാമത്തെ സർദീസുമായിട്ടുള്ള ബന്ധത്തിലെ കൽപ്പനയിലേക്ക് നമുക്ക് പോകാം. വീണ്ടും നമുക്ക് 2ഉം 3ഉം വാക്യങ്ങൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്ന് വായിക്കാമല്ലോ. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. സ്തോത്രം. രണ്ടാമത്തെ വാക്യത്തിലാണ് നാം കാണുന്നത്, 1 ഉണർന്നുകൊള്ളുക. സ്തോത്രം. ജാഗ്രതയായിരിക്കുക. രണ്ടാമത്തേതും നാം 2-ാം വാക്യത്തിൽ തന്നെ കാണുന്നു, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. സ്തോത്രം. Strengthen the things which remains or which are remaining, but that are ready to die. Ready to die. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. സ്തോത്രം. സർദീസിലെ സഭയെ പറ്റി നമ്മൾ കണ്ടു, ജീവനുള്ളവൻ എന്ന് പേരുണ്ടെങ്കിലും മരിച്ചവനാണ്. കുറച്ചുപേർ ഉടുപ്പ് മലിനമാക്കാതെ കർത്താവിനോട് കൂടെ നടക്കാൻ യോഗ്യരായിട്ട് അവിടെയുണ്ട്. ഇവിടെ ചാവാറായ ശേഷിപ്പുകൾ, അതിന് 2 അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, സഭയിൽ ജീവനോടെ ആത്മീയ മരണം സംഭവിക്കാതെ ശേഷിച്ചിരിക്കുന്നവരിലേക്കും കൂടെ ഈ മരണം വ്യാപരിക്കാതെ സൂക്ഷിക്കുക. മറ്റുള്ളവരെ ഗ്രസിച്ചിരിക്കുന്ന ആത്മീയ തണുപ്പെന്ന് പറഞ്ഞാൽ മരണത്തിന്റെ തണുപ്പാണ്. ആ മരണത്തിന്റെ തണുപ്പ് ജീവനോടിരിക്കുന്ന മറ്റുള്ളവരിലേക്കും കൂടെ വ്യാപരിക്കാതെ സൂക്ഷിക്കുക. രണ്ടാമത്തെ അർത്ഥം, നിങ്ങൾ ആത്മീയ മരണം സംഭവിച്ചിരിക്കുന്ന സഭയിലെ ബാക്കിയുള്ളവർ, പക്ഷേ ആത്മീയ മരണമായിരിക്കുന്നിടത്തോളം ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എന്തേ? ശാരീരിക മരണം സംഭവിക്കുന്നതിന് മുമ്പ് ആത്മീയ ജീവനിലേക്ക് തിരികെ എത്തുവാനുള്ള ഒരു സാധ്യത. ഒന്നുകിൽ ശാരീരിക മരണത്താൽ നിത്യമരണത്തിലേക്ക് തള്ളപ്പെടാം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ വരവ് കൊണ്ടും സഭയുടെ എടുക്കപ്പെടൽ കൊണ്ടും ഒരു വ്യക്തിക്ക് രക്ഷിക്കപ്പെടുന്നതിനുള്ള സാധ്യത, ആത്മീയ ജീവൻ പ്രാപിക്കുന്നതിനുള്ള സാധ്യത ഇല്ലാതെയാകാം. ഇത് രണ്ടും സംഭവിക്കുന്നതിന് മുൻപ് ആത്മീയ മരണം സംഭവിച്ച വ്യക്തി ജീവനോടിരിക്കും കാലം ഒരു പ്രതീക്ഷയുണ്ട്, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അവൻ വിശ്വസിച്ചാൽ, മാനസാന്തരപ്പെട്ടാൽ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നാൽ, ദൈവത്തോട് നിരന്നുകൊണ്ടാൽ അവന്റെ ആത്മീയ മരണം മാറും. സ്തോത്രം. ഈ 2 അർത്ഥങ്ങളാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. സ്തോത്രം. എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇപ്പോഴും ദൈവീക ജീവനിൽ വസിക്കുന്ന ആത്മീയ മരണത്തിലേക്ക് വഴുതി വീഴാത്ത
ഒരു കൂട്ടർ ആ സഭയിലുണ്ട്. അവരിലേക്കും കൂടെ ഈ ആത്മീയ മരണം ചെന്നെത്താതെ നിങ്ങൾ സൂക്ഷിക്കുക. 2, നിങ്ങൾ ജീവനോടിരിക്കുന്നവരാണ്. ആത്മീയമായി മരിച്ചെങ്കിലും ശാരീരികമായി നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നു. നിങ്ങൾക്ക് സുബോധമുണ്ട്, നിങ്ങൾക്ക് പരിസരബോധമുണ്ട്, നിങ്ങളുടെ ബുദ്ധി, സാമാന്യ ബുദ്ധി മരിച്ചിട്ടില്ല, തീരുമാനശേഷി നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ശാരീരിക മരണവും കൂടെ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ദൈവത്തോട് നിരന്നുകൊള്ളുക. സ്തോത്രം. ഈ 2 അർത്ഥങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സ്തോത്രം. As long as a person is physically alive, there is a ray of hope that he can be reconciled with God. He can repent. He can regain the spiritual life. He can be quickened to life of God. He can be united with God, the very source of life. So there is a possibility as long as a person is still alive. ഒരു വ്യക്തി ജീവനോടിരിക്കുന്നിടത്തോളം കാലം, ശരീരത്തിൽ അവൻ മരിക്കാത്തിടത്തോളം കാലം അവന് ഒരു സാധ്യതയുണ്ട് ദൈവത്തിന്റെ ജീവൻ പ്രാപിക്കുവാൻ. അവൻ, സ്തോത്രം, ആത്മീയ ജീവനിലേക്ക് മടങ്ങി വരുവാൻ ഒരു സാധ്യതയുണ്ട്. അതാണ് ഇവിടെ നാം കാണുന്നത്. ഗെറ്റിംഗ് അലൈവ് ബിഫോർ വൺ ഫിസിക്കലി ഡൈസ്. നമുക്കറിയാമല്ലോ, കാൽവറിയിൽ യേശുക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരുന്ന ഒരു കള്ളൻ, മാനസാന്തരപ്പെട്ട ആ കള്ളൻ മരിക്കുന്നതിന് തൊട്ടു മുൻപല്ലേ രക്ഷിക്കപ്പെട്ടത്, അഥവാ ദൈവിക ജീവനിലേക്ക് അവൻ കടന്നു വന്നത്. മരിക്കുന്നതിന് തൊട്ടു മുൻപ് അവൻ രക്ഷിക്കപ്പെട്ടുകൊണ്ട് മരിക്കുകയായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവൻ ദൈവത്തിൽ നിന്നും അകന്ന് പാപത്തിൽ മുഴുകി ജീവിച്ചവനായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ തൻ്റെ അവസാന നിമിഷങ്ങളിൽ അവൻ യേശുവിൻ്റെ കർത്തൃത്വത്തെ സ്വീകരിച്ചു, യേശുവിൻ്റെ രാജത്വത്തെ അംഗീകരിച്ചു, യേശുവിൻ്റെ രാജത്വത്തിന് തന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്തു. സ്തോത്രം. അതുകൊണ്ട് താൻ ശാരീരികമായി ഏതാണ്ട് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൻ്റെ അവസാന ശ്വാസത്തിന് മുൻപ് ദൈവിക ജീവനിലേക്ക് പ്രവേശിക്കുവാൻ അവസരമുണ്ടായി. ഇവിടെയും പറയുകയാണ്, സ്തോത്രം, എപ്പോഴാണ് നിനക്ക് മരണം ഭവിച്ച് ഇനിയും രക്ഷിക്കപ്പെടുവാൻ ഒക്കാത്ത, വിശ്വസിക്കുവാൻ ഒക്കാത്ത, മാനസാന്തരപ്പെടുവാൻ ഒക്കാത്ത ഒരവസ്ഥയിലേക്ക് തള്ളപ്പെടുക എന്നറിയില്ലല്ലോ. അതുകൊണ്ട് അതിനു മുൻപ് തന്നെ നീ ദൈവത്തോട് നിരന്നുകൊള്ളുക, ജീവനെ പ്രാപിക്കുക, ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. സ്തോത്രം. അപ്പോൾ നാം ജീവനോടിരിക്കുന്നിടത്തോളം കാലം നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. സ്തോത്രം. പക്ഷേ എന്നുവരെ ജീവനോടിരിക്കും എന്ന് നമുക്ക് അറിയില്ലാത്തത് കൊണ്ട് അവസരമുണ്ടെന്ന് കരുതി അതിനെ പോസ്റ്റ്പോൺ ചെയ്തു പോകാൻ, മുന്നോട്ട് നീക്കി പോകാൻ നമുക്ക് പറ്റില്ല. അത് മഠയത്തരമാണ്. അത് ചെയ്യുവാൻ പാടില്ല. എത്ര സമയം നമുക്ക് ബാക്കിയുണ്ടെന്നുള്ളത് ഒരു പിടുത്തം ഇല്ലാത്തതാണ്. അതുകൊണ്ടാണല്ലോ, സ്തോത്രം, മുൻപൊരിക്കൽ നമ്മൾ ചിന്തിച്ചത്, ഒരു കൊച്ചുമോൻ, ഗ്രാൻഡ്സൺ, ഒരു കൊച്ചുമോൻ വല്യപ്പച്ചനോട് ചെന്ന് ചോദിച്ചത്,
വല്യപ്പച്ച എപ്പോഴാ പ്രാർത്ഥിക്കേണ്ടത്? അപ്പച്ചൻ പറഞ്ഞു, മരിക്കുന്നതിന് തൊട്ടു മുമ്പ് പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ചോദിച്ചു, അപ്പൊ എപ്പോഴാ മരിക്കുന്നതെന്ന് ആർക്കറിയാം? അപ്പോഴപ്പച്ചൻ പറഞ്ഞു, അതുകൊണ്ടാ എപ്പോഴും പ്രാർത്ഥിക്കാൻ പറയുന്നത്. എപ്പോഴാ മരിക്കുന്നതൊരു പിടുത്തമില്ലല്ലോ, അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിച്ചു. സ്തോത്രം. അപ്പോൾ മരിക്കുന്നത് എപ്പോഴെന്ന് നമുക്കറിയില്ല. അവസാന ശ്വാസം ഏതാണെന്ന് നമുക്ക് പിടുത്തമില്ല. സ്തോത്രം. നമ്മൾ ഈ എടുക്കുന്നതാണോ അവസാന ശ്വാസമെന്ന് നമുക്കറിയില്ല. സ്തോത്രം. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അവസരം ലഭിച്ചിരിക്കുമ്പോൾ, സ്തോത്രം, ആത്മീയ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ പറയുന്നത്. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഒരൽപ്പം ജീവൻ, ഒരു ചെറിയ മിടിപ്പ്, സ്തോത്രം, ഒരൽപ്പം ചൂട് ശരീരത്തിലുണ്ട്. ഹൃദയമിടിപ്പ്, നാഡിയെടുപ്പ് മൊത്തം നിലച്ചിട്ടില്ല. അല്പം ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് നീ ദൈവവുമായിട്ടുള്ള ജീവനിലേക്ക് വരിക. ഇപ്പോൾ അല്പം ഉണ്ടെന്ന് തോന്നുന്നതും കൂടെ നഷ്ടപ്പെടാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം. ചാവാറായ ശേഷിപ്പുകൾ, സ്തോത്രം, എന്ന് പറഞ്ഞാൽ ഈ ആത്മീയമായി മരിച്ചവൻ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആത്മീയമായി മരിച്ചവൻ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ഇനി മാനസാന്തരത്തിനൊരു അവസരമില്ലാത്ത അവസ്ഥയിലേക്ക് തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ തള്ളപ്പെടുന്നതിന് മുൻപ്, അങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിങ്കിലേക്ക് അടുത്തു വന്നുകൊള്ളുക എന്നാണ് അതിൻ്റെ സാരം. സ്തോത്രം. ദൈവത്തിൽ നിന്നും, അല്ലെങ്കിൽ ദൈവവും കൂടെ ഉപേക്ഷിച്ച് നിന്നിൽ നിന്നും ദൈവം മാറിപ്പോയി ഇരിക്കുന്നതിന് മുമ്പ് തന്നെ, സ്തോത്രം, നീ ദൈവത്തോട് നിരന്നുകൊള്ളുക എന്ന അർത്ഥമാണ്, സ്തോത്രം, കർത്താവ് ഇവിടെ പറയുന്നത്. സ്തോത്രം. കർത്താവ് പിണങ്ങിപ്പോയിരിക്കുന്നതിന് മുമ്പ്, സ്തോത്രം, ദൈവം ഉപേക്ഷിച്ച് ഒരുവനെ കളയുന്നതിന് മുമ്പ് തന്നെ, സ്തോത്രം, ദൈവത്തിൻ്റെ കരുണയുടെ സമയം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ, സ്തോത്രം, നീ ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുക, ജീവനെ പ്രാപിക്കുക എന്നാണ് ഇവിടെ കർത്താവ് അർത്ഥമാക്കുന്നത്. സ്തോത്രം. രണ്ടാമത്തെ സംഗതിയാണ് നമ്മൾ ആദ്യമേ ചിന്തിച്ചത്. നിന്റെ മരണം മറ്റുള്ളവരിലേക്കും കൂടെ വ്യാപരിക്കാതിരിക്കേണ്ടതിന്, സ്തോത്രം, ഇപ്പോൾ ജീവനുള്ളവരും കൂടെ മരിച്ചവരായി തീരാതിരിക്കേണ്ടതിന് നീ ജീവൻ പ്രാപിക്കുക. കാരണം പഴയ നിയമത്തിൽ ശലോമോൻ പറയുന്നുണ്ടല്ലോ, ചത്ത ഈച്ച ഒരെണ്ണം മതി, തൈലക്കാരന്റെ തൈലം മുഴുവനും അശുദ്ധമാക്കും. സ്തോത്രം. മുഴുവനും അശുദ്ധമാക്കും. ഒരൽപ്പം തിന്മ മതി, ഒരൽപ്പം മരണകരമായത് മതി, ഏറിയതിനെ ഇല്ലാതെയാക്കുവാൻ. സ്തോത്രം. അതാണ് എബ്രായ ലേഖനകർത്താവും പറയുന്നത്. 12-ാം അധ്യായത്തിന്റെ 14 ഉം 15 വാക്യങ്ങളിൽ, ഹീബ്രൂസ് 12, 14 and 15 ഒന്ന് വായിച്ചോളൂ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും
ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. സ്തോത്രം. കയ്പുള്ള വേര് മുളച്ചാൽ എന്ത് സംഭവിക്കും? അതിനാൽ അനേകർ മലിനരായിത്തീരും. ഒരൽപ്പം പാപം അത് അനേകരെ നിത്യ മരണത്തിലേക്ക് തള്ളിവിടാൻ പര്യാപ്തമാകും. യോശുവയുടെ നേതൃത്വത്തിൽ വളരെ വലിയ പട്ടണമായിരുന്ന, അടച്ച് ഉറപ്പാക്കിയിരുന്ന യെരിഹോവിനെ ദൈവം അവർക്ക് കീഴാക്കി കൊടുത്തു. താരതമ്യേന വളരെ ശക്തി കുറഞ്ഞ, വലിപ്പം കുറഞ്ഞ ഹായ് പട്ടണത്തിലേക്കാണ് പിന്നീട് അവർ പോയത്. നമുക്ക് ചരിത്രമറിയാം. പക്ഷേ അവർ പരാജിതരായി. കാരണം ഒരുത്തൻ അവരുടെ ഇടയിൽ പാപം ചെയ്തിരുന്നു. ആ ഒരുത്തന്റെ പാപം ഇസ്രായേലിന്റെ മുഴുവനും വീഴ്ചയ്ക്ക്, പതനത്തിന്, പരാജയത്തിന് കാരണമായി. ഒരുത്തന്റെ പാപം. ദാവീദ് രാജാവ് ഒരുത്തൻ പാപം ചെയ്തു. അവൻ ഒരുത്തന്റെ പാപം കൊണ്ട് ഇസ്രായേൽ പ്രജകളിൽ ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു വീണു. 2 ശമൂവേൽ 24 അധ്യായത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒടുവിൽ ദാവീദ് പറയുന്നു, ഞാനല്ലേ പാപം ചെയ്തത് ദൈവമേ, എന്തിനാ ഈ കുഞ്ഞാടുകൾ അതിന് ശിക്ഷ അനുഭവിക്കുന്നത്? ഇവിടെ സർദീസിലെ സഭയോടും കർത്താവ് അത് തന്നെ പറയുന്നു. നിങ്ങൾ ചിലർ ആ സഭയിൽ പാപം ചെയ്ത് ഉടുപ്പ് മലിനമാക്കി ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മരിച്ചു കിടക്കുകയാണ്. സഭയുടെ അകത്ത് ശുദ്ധീകരണം സംഭവിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ മരിച്ചു കിടക്കുന്നവർ നിമിത്തം ആ മരണം മറ്റുള്ളവരിലേക്കും കൂടെ വ്യാപരിക്കുവാൻ ഇടയുണ്ട്. സ്തോത്രം. അത് സംഭവിക്കരുത് എന്നതാണ് സഭയോടുള്ള കർത്താവിന്റെ കൽപ്പന. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. strengthen the things that remain, which are ready to die. ചാവാറായ ശേഷിപ്പാണ്, പക്ഷേ അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് ഒന്ന് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കിയാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം എന്നാണ് ഈ പറയുന്നത്. സ്തോത്രം. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. അല്പമെങ്കിലും ജീവനുണ്ടെങ്കിൽ, അല്പമെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ, അതുകൂടെ നഷ്ടമാകുന്നതിന് മുമ്പ് ലഭിച്ച അവസരത്തെ തക്കത്തിൽ ഉപയോഗിച്ച് ദൈവിക ജീവനിലേക്ക് വരിക എന്നർത്ഥം. സ്തോത്രം. അതായത് ചിലരുണ്ടല്ലോ, ആത്മീയമായി മരിച്ചവരാണെങ്കിലും ദൈവത്തിൽ നിന്ന് അവർ അകന്നു കഴിയുന്നെങ്കിലും അവരുടെ ഉള്ളിൽ ദൈവത്തിങ്കലേക്ക് അടുക്കുവാനുള്ള ഒരു വാഞ്ഛയുണ്ട്. ദൈവത്തിങ്കലേക്ക് അടുത്തു വരാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അവരിപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ തുടർന്നാൽ പോരാ എന്ന ഒരു ആത്മദാഹം അവർക്കുണ്ട്. മത്തായി 5 പഠിച്ചതുപോലെ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ.
ആ ഒരു ആത്മീയ അസംതൃപ്തി അവരിലുണ്ട്. ആരാണ് ഈ ആത്മീയ അസംതൃപ്തി ഇവരിലേക്ക് നൽകുന്നത്? നിങ്ങളും കൂടെ ഒന്ന് വന്നാട്ടെ കൂടെ. സ്തോത്രം. ഹോളി സ്പിരിറ്റ്. അതായത് ചോദ്യം, ഒരുവൻ തൻ്റെ ആത്മീയ നിലവാരത്തിൽ തൃപ്തനല്ല. തൻ്റെ ആത്മീയ മരണത്തെ പറ്റി ആ വ്യക്തിക്ക് അറിയാം. തനിക്ക് ജീവനിലേക്ക് വരണമെന്നുണ്ട്, ദൈവത്തോട് നിരക്കണമെന്നുണ്ട്, ജീവൻ പ്രാപിക്കണമെന്നുണ്ട്. ആ ആഗ്രഹം ആ വ്യക്തിയിൽ ആരാണ് കൊടുക്കുന്നതെന്നാ ചോദിച്ചത്. സ്തോത്രം. വായിക്കാം. കിട്ടിയ ഉത്തരം ശരിയാണ്, പരിശുദ്ധാത്മാവെന്നുള്ളത്. തെളിവിന് വേണ്ടിയിട്ട് ഫിലിപ്പിയർക്കുള്ള പൗലോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം, അതിൻ്റെ 12-ാമത്തെ വാക്യം, 12ഉം 13 വാക്യങ്ങൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. 12-ാം വാക്യത്തിൽ നിങ്ങൾ പ്രവർത്തിപ്പീൻ എന്ന് നാം കാണുന്നു. 13-ാം വാക്യത്തിൽ ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഒരുവന്റെ ആത്മീയ അധപ്പതനത്തെക്കുറിച്ച്, പോരായ്മയെക്കുറിച്ച് ബോധം നൽകുന്നത് ആര് തന്നെയാണ്? പരിശുദ്ധാത്മാവ് അഥവാ ദൈവം തന്നെയാണ്. എനിക്ക് ഇത്രയും പോരാ, എനിക്ക് ഇനിയും ആത്മീയത്തിൽ വളരണം, വിശുദ്ധിയിൽ വളരണം, നീതിയിൽ വളരണം, ദൈവിക ജീവനിൽ വർദ്ധിച്ചു വരണം, ദൈവത്തോട് എനിക്ക് ഇനിയും അടുക്കണം എന്നെല്ലാമുള്ള ഒരാഗ്രഹം പോലും നമ്മിൽ ജനിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, ദൈവമാണ്. സ്തോത്രം. ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം നമുക്ക് പരിചയമുള്ളതാണ്. അതിൻ്റെ 3-ാമത്തെ വാക്യം. മനുഷ്യനിൽ എന്റെ അപ്പോൾ യഹോവ, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. ഫിലിപ്പിയർ 2:13 ഉൽപ്പത്തി 6:3 കൂടെ ഒന്ന് യോജിപ്പിച്ചേ. ദൈവം മനുഷ്യന് അവന്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് ബോധം നൽകിക്കൊണ്ടിരിക്കും. അവന്റെ ഉള്ളിൽ ദൈവത്തോട് അടുത്തു വരുന്നതിനുള്ള ആഗ്രഹം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായോ? ഒരുവൻ പാപിയാണെന്നുള്ള ബോധം, പാപബോധം ദൈവം ആണ് ഒരു മനുഷ്യന് നൽകുന്നത്. ഒരുവന്റെ ആത്മീയ പോരായ്മയെക്കുറിച്ചുള്ള അവബോധം
ദൈവമാണ് നൽകുന്നത്. അവന് ആത്മീയമായി കൂടുതൽ ദൈവത്തോട് അടുക്കണം എന്ന ആഗ്രഹം ദൈവമാണ് ഒരുവനിൽ ജനിപ്പിക്കുന്നത്. സ്തോത്രം. എന്നാൽ 36:3 അനുസരിച്ച് ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ഒരു പ്രവർത്തനം സദാകാലവും തുടരുമോ? ഇല്ല, ഇല്ല. ഒരു വ്യക്തിയുടെ ദൈവാത്മാവിനോടുള്ള പ്രതികരണം, പരിശുദ്ധാത്മാവിന്റെ ഓർമ്മപ്പെടുത്തലുകളോടുള്ള പ്രതികരണം, അത് തണുത്തതാകും തോറും അതിനോട് പ്രതികരിക്കുവാൻ ദൈവം കൊടുത്ത സമയത്തിനകം ആ ആഗ്രഹം വെച്ച് ദൈവത്തിങ്കലേക്ക് അവൻ വരാത്തിടത്തോളം കാലം അവനിൽ ദൈവം പ്രവർത്തിക്കുന്നത്, ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കാനായിട്ട് ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവ് പതിയെ പതിയെ നിർത്തും. അതാണ് റെഡി ടു ഡൈ, ചാവാറായ ശേഷിപ്പ്. സദാകാലവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയില്ല. എത്ര കാലമെന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചതുപോലെ അത് ഓരോ വ്യക്തിയോടുള്ള ബന്ധത്തിലും ഓരോ വിഷയത്തോടുള്ള ബന്ധത്തിലും വ്യത്യസ്തമാകും. സ്തോത്രം. കേൾക്കാമോ? കേൾക്കാമല്ലോ? കേൾക്കാം പാസ്റ്റർ. സ്റ്റക്കാവുന്നുണ്ടെന്നുള്ളൂ. ഇപ്പൊ കുഴപ്പം. ഓക്കെ. മൊത്തം കേട്ടായിരുന്ന മുമ്പ് പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താൽ. സ്തോത്രം. ഒരു വ്യക്തിയിൽ അവന്റെ ആത്മീയ അവസ്ഥകളെ, അവന്റെ നിജാവസ്ഥകളെ വെളിപ്പെടുത്തി ഒരു വ്യക്തിയെ ദൈവത്തിങ്കിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിനുള്ള ആഗ്രഹം ഒരു വ്യക്തിയിൽ ജനിപ്പിക്കുന്നത് ദൈവമാണ്. എന്നാൽ ആ ആഗ്രഹം ഒരു വ്യക്തിയിൽ ഉണ്ടാവുകയും ഞാൻ ദൈവത്തിന്റെ ആഗ്രഹത്തിൽ നിന്ന് വളരെ അകന്നു കഴിയുന്നു എന്ന ബോധം ഒരുവനിൽ ദൈവം കൊടുക്കുകയും ചെയ്തതിന് ശേഷം അതിനോട് അനുസരണത്തോടെ പ്രതികരിക്കുവാൻ അവൻ ദൈവം അനുവദിച്ച സമയത്തിനകം ഒരുങ്ങുന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് ദൈവം കൊടുത്ത ആഗ്രഹം, ദൈവത്തോടടുക്കാനുള്ള ആഗ്രഹം അവനിൽ നേർത്തു വരും, കുറഞ്ഞു വരും. കുറഞ്ഞു വന്നിട്ട് ഒടുവിൽ അത് ഇല്ലാതെയാകും. അങ്ങനെ ഇല്ലാതെയാകുന്ന അവസ്ഥയാണ് ഇവിടെ ചാവാറായ ശേഷിപ്പ്. പിന്നീട് ആ വ്യക്തിക്ക് ദൈവത്തോട് അടുക്കണം എന്ന് തോന്നിയാൽ പോലും ഒക്കാത്തൊരവസ്ഥയിലേക്ക് തള്ളപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ അകത്ത് ദൈവത്തോടടുത്ത് വരുവാൻ വേണ്ടി ഒരു ഉൾപ്രേരണ ഉണ്ടാകുന്ന സമയത്ത് അതങ്ങ് ചെയ്തോണം. ഇല്ലെങ്കിൽ സദാകാലവും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് വാദിച്ചു കൊണ്ടിരിക്കയില്ല. വ്യക്തമാണോ കാര്യങ്ങൾ? സ്തോത്രം. അതെ. ഓക്കെ. എന്തെങ്കിലും വിശദീകരണം ഇതിൽ വേണമെങ്കിൽ ചോദിച്ചാട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് മൂന്നാമത്തേതിലേക്ക് പ്രവേശിക്കാം. ഒന്നുമില്ല. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചില വ്യക്തികളൊക്കെ സുവിശേഷം കേൾക്കാനും
യോഗത്തിന് വരാനുമൊക്കെ വളരെ ഉത്സാഹികളാണ് ചില സമയങ്ങളിൽ. നമുക്കൊക്കെ ഭയങ്കര സന്തോഷം തോന്നും അവരുടെയൊക്കെ ഉത്സാഹം കണ്ടിട്ട്. പക്ഷേ ആ ഉത്സാഹം കുറച്ച് കഴിയുമ്പോൾ അങ്ങ് നഷ്ടപ്പെടും. അതിനോടകം അവർ സുവിശേഷത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടൊക്കെ വന്നാൽ നന്ന്. ഇല്ലെങ്കിൽ പിന്നെ അവർ ദൈവത്തിൽ നിന്നേ അങ്ങ് അകലും. പിന്നീട് അവർക്ക് സുവിശേഷം കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല. അതാണ് ദൈവം കൊടുക്കുന്ന ഒരു പരിധിയുണ്ട് സമയത്തിന്. ആ പരിധിക്കകം അനുസരണത്തോടെ അടുത്തു വന്നാൽ നന്ന്. നമുക്കും ഉണ്ടല്ലോ ചില സമയത്ത് പ്രാർത്ഥിക്കാൻ ഒരു ഉൾപ്രേരണ. എന്നാൽ ഇതും കൂടെ ഒന്ന് ഒതുക്കി ആ വ്യക്തിയും കൂടെ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞ് ഈ പുള്ളിക്ക് ഒരു മെസ്സേജും കൂടെ ഒക്കെ കൊടുത്തിട്ട് പിന്നെ പ്രാർത്ഥിക്കാൻ ഇരിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ആ ഒരു ഉൾപ്രേരണയെ അവഗണിച്ചുകൊണ്ട് മുൻപോട്ട് പോയി കുറച്ച് കഴിയുമ്പോഴോ സമയവും കിട്ടത്തില്ല. ഇനി അഥവാ കിട്ടിപ്പോയി പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ പോലും നമ്മുടെ ചിന്തകൾ വല്ലാതെ അങ്ങുമിങ്ങും പോകും. പ്രാർത്ഥിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തും. സ്തോത്രം. ഉപ്പ് അതിൻ്റെ രസം നഷ്ടപ്പെടുക എന്ന് മത്തായി 5-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാ. ആ രസം ഈ ഒരു ആഗ്രഹം മാത്രമല്ല, സ്വഭാവം തന്നെ നഷ്ടപ്പെടുക എന്നുള്ളത്. അത് ഒരു താല്പര്യം മാത്രമല്ല. ഉപ്പിന്റെ രസം എന്ന് പറയുന്നത് ഉപ്പിന്റെ പ്രകൃതമാണ്, ഉപ്പിന്റെ സ്വഭാവമാണ്. ദൈവമക്കൾ അഥവാ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ എന്ന നിലയിൽ നമ്മുടെ ഒരു ആഗ്രഹം മാത്രമല്ല, നമ്മുടെ സ്വഭാവം കൂടെയുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യരെന്ന നിലയിലെ സ്വഭാവം തന്നെ നഷ്ടപ്പെടുക എന്നതാണ് അവിടെ ഉപ്പിന്റെ രസം നഷ്ടപ്പെടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കേവലം ഈ ഒരു ആഗ്രഹത്തോടും ദൈവിക പ്രേരണയോടും പ്രതികരിക്കാതിരിക്കുക എന്നതും മാത്രമല്ല. ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുത്തതായിരുന്നു ഞാൻ. സ്തോത്രം. അതുപോലെ മറ്റൊരു ചോദ്യം വന്നത് പാപം എന്ന വിഷയത്തിന്റെ സമ്മറി. പാപം എന്നാൽ എന്ത് എന്ന് ഒന്ന് പറയാമോ എന്ന് ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ വിഷയത്തോടനുബന്ധിച്ച് ആത്മീയ മരണത്തെ സംബന്ധിച്ച് ചോദിച്ചതാണ്. പാപം, അതിന് ഏറ്റവും ലളിതമായ പല ഡെഫിനിഷൻസ്, നിർവചനങ്ങളുണ്ട്. അതിലൊരു നിർവചനം, എനിത്തിങ് ദാറ്റ് സെപ്പറേറ്റ്സ് us ഫ്രം ഗാഡ്. ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്നത് എന്തും പാപം. രണ്ടാമത്തെ ഒരു ലളിതമായ നിർവചനമാണ് എനിത്തിങ് ദാറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഗാഡ്. ദൈവത്തിന് പകരം വയ്ക്കുന്നത് എന്തും സ്തോത്രം, സ്തോത്രം, പാപം. ഒരു പാപം എല്ലാം നശിപ്പിക്കും എന്ന കാര്യം. ഈ പാപം ഏത് തരത്തിലുണ്ടായാലും എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റിക്കളയുകയാണ് ആത്യന്തികമായി സംഭവിക്കുന്നത്. സ്തോത്രം. ഓക്കെ. The ultimate thing that sin does is separating us from God.
സ്തോത്രം. ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുക എന്നതാണ് പാപത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലനം. മുമ്പും പറഞ്ഞിട്ടുള്ളതുപോലെ പാപം ചെയ്താലും കല്യാണം നടക്കും, മക്കള് ജനിക്കും, ജോലി കിട്ടും, വീട് പണിയും, പട്ടണം പണിയാം, മൈഗ്രേഷൻ നടക്കും. ഭൗതിക ജീവിതത്തിനെ ഒന്നും ഒരുപക്ഷെ പാപം ബാധിക്കണമെന്നില്ല. പക്ഷേ പാപം ആത്യന്തികമായും ചെയ്യുന്നത് ദൈവത്തിന്റെ ജീവനിൽ നിന്നും നമ്മെ അകറ്റുക എന്നുള്ളതാണ്. സ്തോത്രം. ആത്മീയ മരണം വ്യാപരിപ്പിക്കുക എന്നതാണ്, ദൈവത്തിൽ നിന്നും അകലുക. അതുകൊണ്ട് സിൻ ഈസ് ഈക്വൽഡ് വിത്ത് ഡെത്ത്. പാപം എന്നാൽ മരണം എന്ന് തന്നെ നമുക്ക് നിർവചിക്കാം. അത്രയ്ക്കും ഗൗരവതരമാണ് പാപം. നാം അതിനെ എത്ര നിസ്സാരവൽക്കരിച്ചാലും, എത്ര ലളിതമോ സരളമോ സാരമില്ലാത്തതോ ആണെന്നൊക്കെ ചിന്തിച്ചാലും, പാപം നമ്മെ ദൈവത്തിൽ നിന്ന്, ദൈവത്തിന്റെ ജീവനിൽ നിന്ന്, ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന്, ദൈവത്തിന്റെ പ്രസാദത്തിൽ നിന്ന്, ദൈവത്തിന്റെ പൂർണ്ണതയിൽ നിന്ന്, ദൈവത്തിന്റെ നിറവിൽ നിന്ന്, ദൈവത്തിന്റെ സന്തോഷത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്നു. സ്തോത്രം. ഇതായിരുന്നു ഉദ്ദേശിച്ചത്. പ്രൈസ് ഗാഡ്. അങ്കിളെ, ഒരു ഈച്ച വീണപ്പോഴേ തൈലം മുഴുവൻ നശിച്ചില്ലേ? ഓക്കെ. ആ ഒരു വിഷയം, ഒരു പാപം എന്ന കാര്യത്തെ കുറിച്ച് അങ്കിള് പറഞ്ഞു. അത് ആഖാന്റെ കാര്യമാണോ പറഞ്ഞ? എക്സാമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിള്. ഓക്കെ, അതാണോ ചോദിച്ചത്? അതാണെങ്കിൽ ഒരു പാപം, ഒരു പാപമൊന്നുമല്ല, ഒരു വ്യക്തി, ഇപ്പൊ ഒരു വ്യക്തി ജീവിതത്തിൽ ഒരു പാപം ഉണ്ടായാൽ മതി. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പാപം ഉണ്ടായാൽ മതി. ആ പാപം ആ വ്യക്തിയുടെ സമ്പൂർണ്ണ ജീവിതത്തെ നശിപ്പിക്കാൻ പര്യാപ്തമാണ്. 2, സഭ ഒരു സമൂഹമാണ്, ഒരു കളക്റ്റീവായിട്ടാണ് സഭ. ആ സഭയിൽ ഒരുവൻ പാപം ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ആ പാപത്തിന്റെ പരിണിത ഫലം, അതിനെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വ്യാപാരമുണ്ട്. അതിൻ്റെ ഒരു വ്യാപാരം, എ പെർട്ടിക്കുലർ സ്പിരിറ്റ് ഓഫ് ദാറ്റ് തിങ്. ആ വ്യാപാരം ആ സഭയിൽ മുഴുവനും ഉണ്ടാകും. അത് ഒരാളിനെയല്ല, മറ്റു പലരെ അത് നിമിത്തം മലിനമാക്കും. അതാണ് നാം എബ്രായർ 12:15 വായിച്ചത്. കയ്പുള്ള വല്ല വേരും മുളച്ച് അതിനാൽ കലക്കമുണ്ടാവുകയും അനേകർ അതിനാൽ മലിനമായി തീരുവാൻ ഇടയാവുകയും ചെയ്യും. അത് തന്നെയാണ് നാം തുയഥൈര സഭയിൽ ഇതിന് തൊട്ടു മുൻപ് കണ്ടത്. 2-ാമത്തെ അധ്യായം, വെളിപ്പാട് 2-ന്റെ അവസാന ഭാഗങ്ങളിൽ ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവളെ സഭ അനുവദിച്ചു. അതുകൊണ്ട് ആ ഒരുത്തിയിൽ നിന്ന് ആ സഭയിലേക്ക് മുഴുവനും ആ പാപത്തിന്റെ ദുർവ്യാപാരമുണ്ടായി. അതാണ് ചത്ത ഒരു ഈച്ച തൈലക്കാരന്റെ തൈലം മുഴുവനും നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞത്. നാം എത്ര സ്വാദിഷ്ടമായ ഭക്ഷണം, എത്ര വിലപ്പെട്ടതുണ്ടാക്കി വെച്ചാലും, എത്ര ബൾക്കായിട്ട് എത്ര അധികം ഉണ്ടാക്കി വെച്ചാലും, അതിലേക്ക് ഒരൽപ്പം വിഷം കലർന്നാൽ, ഒരൽപ്പം അശുദ്ധി കലർന്നാൽ, ഇത്തിരിയേ ഉള്ളല്ലോ എന്ന് കരുതി നാം അത് ഉപയോഗിക്കത്തില്ല. അത് നാം ഒഴുക്കിക്കളയും. ഇതുപോലെ സഭയിൽ ഇവിടെ സർദീസിനോട് പറയുന്നു, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചുപേർ ആത്മീയ മരണം ഭവിച്ചവരാണ്.
അവർ ആത്മീയമായി ചത്ത് ഇങ്ങനെ ഇരുന്നാൽ ആ മരണത്തിന്റെ വ്യാപാരം മറ്റുള്ളവരിലേക്കും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ആ ശേഷിക്കുന്ന അല്പത്തെ ബാക്കിയും കൂടെ നശിക്കാതെ ജീവനിലേക്ക് വരിക എന്നതാണ് ഇവിടുത്തെ അർത്ഥം. നമ്മുടെയൊക്കെ സഭകളിൽ നമുക്കറിയാമല്ലോ, ഒരുത്തൻ അശുദ്ധിയിൽ ജീവിക്കുന്നവനുണ്ടെങ്കിൽ, ഒരുത്തൻ പാപത്തിൽ രസിക്കുന്നവനുണ്ടെങ്കിൽ, അവനിൽ വ്യാപരിക്കുന്ന ആ പാപത്തിന്റെ ആത്മാവ് ആ സഭയിൽ പതിയെ 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 വ്യാപരിക്കാൻ തുടങ്ങും. നാം അതുകൊണ്ട് അത് അനുവദിച്ചുകൂടാ എന്നാണ് തുയഥൈര സഭയിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ചത്. എന്നാൽ അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെ സർദീസിലെ സഭ ആത്മീയ മരണത്തിലേക്ക് വഴുതി വീണു. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നു, ബാക്കി അല്പം ജീവനുള്ളവരിലേക്കും കൂടെ ആ മരണത്തിന്റെ വ്യാപാരം ഉണ്ടാകാതിരിപ്പാൻ നീ ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഒരു സഭയിൽ ഒരു വ്യക്തി അശുദ്ധിയിൽ ജീവിക്കുകയാണെങ്കിൽ പതിയെ 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 ആയാലും ആ അശുദ്ധിയുടെ വ്യാപാരം ആ സഭയെ ആകെ, ആ കൂടിയൊരവനെ ആകെ ബാധിക്കും. തുടക്കത്തിൽ ഒരുത്തനെ കാണൂ അശുദ്ധിയിൽ ജീവിക്കുന്നവൻ, പക്ഷേ പിന്നീട് അനേകർ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് കാണാം. അതാണ് ആ പറഞ്ഞതിന്റെ സാരം. അല്ല, അന്നേരം അങ്ങനെയുള്ളവരെ സഭയിൽ നിന്ന് മാറ്റാൻ ഒക്കത്തില്ല. ഇപ്പൊ അതില് ഏറ്റവും വലിയ പ്രോബ്ലം നമുക്ക് വന്നേക്കുന്നത്. ഇപ്പോൾ പലയിടങ്ങളിലും നിയമപരമായ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ വേദപുസ്തകം അനുസരിച്ച് ഉള്ള ഉപദേശം ഇതാണ്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെ, അവനെ മാറ്റാൻ ഒക്കത്തില്ലെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി നഷ്ടമൊക്കെ സംഭവിച്ചെന്നിരിക്കും, നമ്മളിങ്ങ് മാറിയേക്കണം. അല്ല, അപ്പം കളയും നല്ലതും എന്നുള്ളത് വിഷയം വരത്തില്ലേ പാസ്റ്ററെ? ഈ കള പൊതുവായിട്ടുള്ളതാണ്. അത് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഈ സഭ, പ്രാദേശിക സഭ ലോകത്തിലുള്ളിടത്തോളം സഭയിലുള്ള എല്ലാ അംഗങ്ങളും വിശുദ്ധന്മാരോ തികഞ്ഞവരോ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നവരോ അല്ല. അത് തുടരും. എന്നാൽ ചില പ്രത്യേക പാപങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരുണ്ട്. ചില പ്രത്യേക പാപങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരുണ്ട്. അവർ സഭയിലെ അംഗങ്ങളാണ്. സഭയിലെ ചിലയിടത്തൊക്കെ ആണെങ്കിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. ചിലപ്പോൾ ചിലയിടത്തൊക്കെ ഉപദേശിമാര് തന്നെ ഇങ്ങനെയുള്ള ചില പാപങ്ങളിൽ വീണ് കിടക്കുന്നവരാണ്. അങ്ങനെയുള്ള പാപങ്ങളിൽ വീണ് കിടക്കുന്ന ശുശ്രൂഷകന്മാർ ശുശ്രൂഷിക്കുന്ന സഭകളിൽ ഈ ഉപദേശിമാരിൽ വ്യാപരിക്കുന്ന പാപത്തിന്റെ ആത്മവ്യാപാരം ഉണ്ടാകും. അതിനാൽ അനേകർ മലിനരാകും. ചിലയിടത്ത് ഉപദേശി ആയിരിക്കത്തില്ല, സെക്രട്ടറി ആയിരിക്കും, കമ്മിറ്റിക്കാരായിരിക്കും, ഇല്ലെങ്കിൽ അതുപോലെ സഭയിൽ സ്വാധീനമുള്ള വിശ്വാസികളായിരിക്കും ചില പ്രത്യേക പാപങ്ങളിൽ മുഴുകി ജീവിക്കുന്നവർ. സാധാരണപ്പെട്ട അവസ്ഥയല്ലത്. അതിന്റെ വ്യാപാരം ആ സഭകളിൽ ഉണ്ടാകും. ആ സഭയെ കീഴ്പ്പെടുത്തുന്ന പാപം, ഒരു മിനിറ്റ് പറഞ്ഞേ, ആ സഭയെ കീഴ്പ്പെടുത്തുന്ന പാപം ആ ഒരു വ്യാപാരത്തിൽപ്പെട്ടതാ. അതാണ് ഇവിടുത്തെ വിഷയം. അല്ലാതെ കളയും വിളയും ഒരുമിച്ച് വളരുന്നത് പ്രാദേശിക സഭ, ലോകത്തിൽ ആയിരിക്കുന്ന സഭയുടെ ഒരു സ്വാഭാവികതയാണ്.
സിജു എന്തായിരുന്നു മോനെ? അപ്പൊ സഭയുടെ കാര്യത്തിൽ ഇങ്ങനെയാണ് അതിന്റെ അർത്ഥം വരുന്നതെങ്കിൽ അങ്ങളെ, ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞോ അല്ലെങ്കിൽ അറിയാതെയോ ചില പാപങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും എൻ്റെ ആത്മീക മരണത്തിന്, അപ്പൊ ഓരോ പാപ സ്വഭാവത്തെയും കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് മോചനം നേടിയില്ലെങ്കിൽ ഞാനും മരിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു അർത്ഥം അതിനുണ്ടോ? തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ഓരോ പാപത്തെയും ഓക്കെ അങ്കിൾ, ഓക്കെ. ഓരോ പാപത്തെയും നമുക്ക് അങ്ങനെ തന്നെ വേരോടെ നമ്മിൽ നിന്നും പിഴുതു കളയണം. അത് ഏതൊക്കെയാണെന്ന് തിരുവെഴുത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒത്തിരി പാപങ്ങളുടെ ലിസ്റ്റ് വിശ്വാസികളോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഏറ്റവും വളരെ കോമൺ ആയിട്ടെടുക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. കൊലോസി ലേഖനം 3-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള ഭാഗങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ 2-3 പ്രാവശ്യം എടുത്ത് ചിന്തിച്ചു. അവിടെ പറയപ്പെട്ടിരിക്കുന്ന പാപങ്ങൾ രക്ഷിക്കപ്പെട്ടവരുടെ അകത്ത് കാണപ്പെടുന്നത്. അത് വെച്ചുകൊണ്ട് നാം ഇരിക്കരുത്. നാം അതിൽ നിന്ന് വിമോചിതരായിക്കൊണ്ടേയിരിക്കണം. 1 പത്രോസ് 2:1 മുതൽ 1 പത്രോസ് 1:23 ദൈവവചനത്താൽ വീണ്ടും ജനിച്ചവരാണ് നാം എന്ന് പറയുന്നു. എന്നാൽ 2:1 മുതൽ പറയുന്നു, അങ്ങനെ വീണ്ടും ജനിച്ചവരുടെ ഉള്ളിലുള്ള ചില പാപങ്ങൾ, വീണ്ടും ജനിച്ച ശേഷവും നമ്മിൽ അവശേഷിക്കുന്ന ചില പാപ സ്വഭാവങ്ങൾ, അവയെ ഉപേക്ഷിക്കുവാൻ പറയുന്നു. ഇങ്ങനെ രക്ഷിക്കപ്പെട്ടവരുടെ ഉള്ളിലും പാപത്തിന്റെ സ്വഭാവങ്ങളുണ്ട്. അവകളെ നമുക്ക് തിരിച്ചറിയണം. അതിനെയാണ് എബ്രായർ 12:2 നമ്മൾ 1 വായിക്കുന്നത്, മുറുകെ പറ്റുന്ന പാപങ്ങളെ വിട്ട് നാം ഓടണം, വിടണം. 4-ാം വാക്യത്തിൽ പറയുന്നു, അതിനോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ചിലപ്പോൾ പരിശുദ്ധാത്മാവിനെയും പ്രാപിച്ചു, സഭയിൽ നാം ചില സ്ഥാനങ്ങളുമൊക്കെ അലങ്കരിക്കുന്നു, ശുശ്രൂഷകരും ഒരുപക്ഷെ ആയിത്തീർന്നു, പ്രസംഗകരായി, കൃപാവരങ്ങളും ചിലപ്പോൾ നമുക്ക് ലഭിച്ചു എന്ന് കരുതി നമ്മിൽ ഇനിയും ഉപേക്ഷിക്കേണ്ട പാപങ്ങൾ ഇല്ലെന്ന് കരുതരുത്. അവയെ ഓരോന്നോരോന്നായി നാം കണ്ടെത്തണം. ഓരോ ദിവസം കഴിയും തോറും നാം വിശുദ്ധീകരണം പ്രാപിക്കണം. അതുകൊണ്ടാ പറയുന്നത്, sanctification is not about perfection, but sanctification is persuasion. വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ തികവ പാപരഹിതാവസ്ഥയെന്നല്ല. പകരം നമ്മിലുള്ള പാപ സ്വഭാവങ്ങളെ ഓരോ ദിവസവും അടക്കി 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 നിറവിലേക്കും തികവിലേക്കും നിരന്തരമായി വളർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അത് നാം ചെയ്തുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ ആ പാപങ്ങൾ അവസരം കാത്തിരുന്ന് നമ്മെ കീഴ്പ്പെടുത്തും. അതിന് നാം അനുവദിക്കരുത്. വ്യക്തമായോ അത്? യെസ് അങ്കിൾ, വ്യക്തമായി. അതായത് വ്യക്തിപരമായിട്ട് തന്നെ ഓരോന്ന് കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കണം. തീർച്ചയായിട്ടും.
ഓക്കെ, താങ്ക് യു. പാസ്റ്ററെ അതുപോലെ അതാണ് പറഞ്ഞു ഡോക്ടർ സാജു. ഈ അസാരം പുളിമാവ് പെണ്ണത്തെ മുഴുവനും മലിനമാക്കുന്നു അഥവാ പുളിപ്പിക്കുന്നു. അതെ, നമ്മൾ ഈ പറഞ്ഞ അതേ സംഗതിയുടെ അല്പവും കൂടെ നല്ല വിശദീകരണമാണതെന്നേ ഉള്ളൂ. പൗലോസ്ലീഹ കൊരിന്ത്യ സഭയുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യമാണ്. സ്തോത്രം. അസാരം പുളിമ ഒത്തിരിയൊന്നുമില്ല, ഒരു അല്പമേ ഉള്ളൂ. സ്തോത്രം, ഒരല്പമേ ഉള്ളൂ. 1 കൊരിന്ത്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിലാണ് പൗലോസ് പറയുന്നത്. അവിടുത്തെ വിഷയം നമുക്കറിയാം. സഭയിലൊരു വിശ്വാസിയാ അപ്പന്റെ ഭാര്യയെ എന്ന് പറഞ്ഞാൽ അപ്പൻ 2ാമത് കല്യാണം കഴിച്ചതാ. സ്റ്റെപ്പ് മദറിനെ ഭാര്യയാക്കിയ ഒരാള്, 2ാം അമ്മയെ ഭാര്യയായിട്ട് സ്വീകരിച്ച ഒരുവൻ. അത് വെച്ചുകൊണ്ട് പൗലോസ് പറയുന്നത് അസാരം പുളിമാവ്, അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. ഒരല്പം പാപം, സാധാരണപ്പെട്ട ഒരു ജീവിതമുണ്ട്, അതിനപ്പുറത്ത് ചില പ്രത്യേക പാപങ്ങൾക്ക് അടിമകളായി തീരുന്ന അവസ്ഥകൾ. ആ അടിമത്വത്തിൽ കഴിയുമ്പോൾ അത് നിമിത്തം അനേകർ മലിനരാകുന്നു. ആ സഭ മുഴുവനും ആ ഒരു വ്യാപാരത്തിലാകുന്നു. തുയഥൈര നല്ല ഉദാഹരണം അതിന്. ആ ഒറ്റ സ്ത്രീ നിമിത്തം അവൾ ഒത്തിരി പേരെ അവളുടെ കൂട്ടത്തിൽ ചേർത്തുകൊണ്ടിരുന്നു. സ്തോത്രം. അപ്പോൾ ദൈവവചനത്താലുള്ള ശുദ്ധീകരണം, പരിശുദ്ധാത്മാവിനാലുള്ള ശുദ്ധീകരണം, പ്രത്യേകിച്ച് ഈ 2 ശുദ്ധീകരണ മാധ്യമങ്ങൾ നമ്മൾ ഇപ്പോൾ ചിന്തിച്ച തരത്തിലെ പാപങ്ങളിൽ നിന്നും നമ്മെ വിമോചിപ്പിക്കുന്നതാണ്. ശുദ്ധീകരണത്തിന്റെ പല മാധ്യമങ്ങളുണ്ട്. ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നു, ക്രിസ്തു ശുദ്ധീകരിക്കുന്നു, ക്രിസ്തുവിന്റെ രക്തം, യേശുവിന്റെ നാമം, പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ വചനം, ബാലശിക്ഷകൾ, ചാസൈസ്മെന്റ്സ്. ഇതിൽ നമ്മെ ശുദ്ധീകരിക്കുന്ന പ്രധാനപ്പെട്ട 6-7 മാധ്യമങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആവർത്തിക്കണ്ടല്ലോ. വേണ്ട, ഓക്കെ. അപ്പൊ നമ്മെ ശുദ്ധീകരിക്കുന്ന ഈ മാധ്യമങ്ങളിൽ പരിശുദ്ധാത്മാവിനാലുള്ള വിശുദ്ധീകരണവും വചനത്താലുള്ള ശുദ്ധീകരണവും, 3 ബാലശിക്ഷകളാൽ നടക്കുന്ന ശുദ്ധീകരണവും, നമ്മൾ ഇപ്പോൾ ചിന്തിച്ചതുപോലെ നമ്മിൽ വസിക്കുന്ന പാപങ്ങളിൽ നിന്നുള്ള പ്രതിദിന വിശുദ്ധീകരണത്തിലെ കാര്യങ്ങളാണ്. പരിശുദ്ധാത്മാവ് നമുക്കിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഓരോ സന്ദർഭങ്ങളിൽ നമ്മുടെ പാപങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കും. അതുപോലെ വചനത്താലുള്ള ശുദ്ധീകരണവും കൃത്യസമയങ്ങളിൽ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമ്മിൽ മറഞ്ഞു കിടക്കുന്ന പാപങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകും. അപ്പോൾ ഇത് തുടർമാനമായ പ്രക്രിയയാണ്. പരിശുദ്ധാത്മാവും വചനവും പിന്നെ ബാലശിക്ഷകളും.
പരിശുദ്ധാത്മാവും വചനവും നമ്മിൽ ശുദ്ധീകരണം ദൈനംദിന അല്ലെങ്കിൽ നിത്യേന നടത്തുമ്പോൾ നമ്മൾ അതിന് വശംവദരാകാതിരിക്കുമ്പോഴാണ് ബാലശിക്ഷകളെ ദൈവം അനുവദിക്കുന്നത്. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഇതെന്താ ഇങ്ങനെ പറ്റിയത്? നമുക്ക് ചിലപ്പോൾ പാപങ്ങൾ ബോധ്യമാകും. വിശുദ്ധീകരണത്തിനായിട്ട് ആ ബാലശിക്ഷകൾ കാരണമാകും. അപ്പൊ ഇത് നിത്യേന, ദിവസേന അല്ല, നിമിഷം തോറും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. യോഗത്തിന് വരുമ്പോൾ മാത്രമല്ല, എപ്പോഴും. പ്രത്യേകമായി നാം അതിനെ കണ്ടെത്തുന്ന സമയങ്ങളാണ് ദൈവവചന കേൾവി, ദൈവവചന പഠനം, അതിലുപരി ഉപവാസ സമയങ്ങൾ. മാത്രമായിട്ട് നമ്മെ തന്നെ ശോധന ചെയ്യും. പാസ്റ്റർ കേൾക്കുന്നില്ല കുറച്ച്. ദിവസേന അല്ലെങ്കിൽ നിത്യേന ഈ പ്രയത്നിക്കൊണ്ടിരിക്കണം. അപ്പൊ നമ്മള് ചിന്തിച്ചത് ദിവസേന അല്ലെങ്കിൽ എല്ലാ ദിവസവും ഈ നമ്മെ തന്നെ ശോധന കഴിക്കുകയും ശുദ്ധീകരണം പ്രാപിക്കുകയും ചെയ്യുന്ന പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കണം. ദ sanctification is a process, a lifelong process. ഒരു ആജീവനാന്ത പ്രക്രിയയാണ് ഈ വിശുദ്ധീകരണം എന്നുള്ളത്. അത് നിമിഷം തോറും നമ്മൾ ചെയ്യണം. ദിവസം തോറും മാത്രമല്ല, നിമിഷം തോറും ഓരോ ശ്വാസത്തിലും നാം അത് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് പ്രത്യേകമായി നമ്മൾ കണ്ടെത്തുന്ന സമയങ്ങളാണ് ഉപവാസത്തിന്റെ സമയം. സ്തോത്രം. പ്രത്യേകമായി നമ്മൾ വിശുദ്ധീകരണത്തിനായിട്ട് വേർതിരിക്കുന്ന സമയമാണ് ഉപവാസ സമയം. ഉപവാസത്തെ സംബന്ധിക്കുന്ന വേറെ 2 പദങ്ങൾ നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? കർത്താവിനോട് കൂടെ വസിക്കുക, ആത്മതപനം. ആത്മതപനം. കർത്താവിനോട് കൂടെ വസിക്കുക എന്നത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് കേട്ടുവരുന്ന ഒരു സംഗതിയാണ്. അത് നമ്മൾ ഉപവാസം എന്ന പദത്തെ പിരിച്ചെഴുതി കണ്ടെത്തിയ ഒരു സംഗതിയാണ്. അധികം വാസം. അത് ഭാരതീയ ഭാഷകളിലെ പറ്റത്തുള്ളൂ. ഇപ്പം ഫാസ്റ്റിംഗ് എന്നുള്ളതിനെ ഒന്ന് പിരിച്ചെഴുതിയാൽ കൂടെ വസിക്കുക എന്ന അർത്ഥം കിട്ടത്തില്ല. മലയാളത്തിലും സംസ്കൃതത്തിലും ഹിന്ദിയിലുമൊക്കെ അത് നടക്കും. പക്ഷെ വേദപുസ്തകം പറയുന്നത് ആത്മതപനം, അഫ്ലിക്റ്റിംഗ് അവർ സോൾ എന്നാണ്. നമ്മളത് മത്തായി 6-ാം അധ്യായത്തിൽ പഠിച്ചതാണ്. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 27, 29, 32 വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. ആത്മതപനം, അഫ്ലിക്റ്റിംഗ് ദ സോൾ. ANAH, ആന എന്ന ഒരു എബ്രായ പദമാണ് അവിടെ. മറ്റൊരു പദമാണ് തങ്ങളെ തന്നെ താഴ്ത്തുക. ദൈവസന്നിധിയിൽ
നമ്മളെ തന്നെ താഴ്ത്തുക എന്ന പദം. ഇസ്രായേലൊക്കെ പറയുന്നത് ഞങ്ങളെ തന്നെ താഴ്ത്തുവാനും, ഞങ്ങളുടെ ദൈവത്തിന്റെ മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുവാനും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഉപവാസത്തിന്റെ മറ്റൊരർത്ഥമാണ് സ്വയം ദൈവസന്നിധിയിൽ താഴ്ത്തുക എന്നത്. എന്താ ഇതിന്റെ അർത്ഥമെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് അഫ്ലിക്റ്റിംഗ് ദ സോൾ എന്ന് പറഞ്ഞാൽ? Afflicting the soul means humbling ourselves before God by sorrow, ആത്മതപനത്തിന്റെ അർത്ഥം humbling ourselves before God inwardly by sorrowing, by judging, and by loathing, and outwardly by fasting and abstaining from all sorts of casual enjoyments and pleasures. ഇതാണ് ആത്മതപനത്തിന്റെ അർത്ഥം. അതായത് ദൈവത്തിന്റെ മുമ്പാകെ ആന്തരികമായി ഏറിയ വ്യസനത്തോടും ദുഃഖത്തോടും തങ്ങളെ തന്നെ പരിശോധിച്ചും തങ്ങളിൽ കണ്ടെത്തുന്ന പാപങ്ങളെക്കുറിച്ച് ദുഃഖിച്ച് വിലപിച്ച് അതിനെ വെറുത്തുകൊണ്ട് തങ്ങളെ തന്നെ താഴ്ത്തുക. 2, ആത്മതപനത്തിന്റെ രണ്ടാമത്തെ തലം ബാഹ്യമായി ഭക്ഷണം വെടിയുക, ഉപവസിക്കുക. ഭക്ഷണം മാത്രമല്ല, എല്ലാ തരത്തിലുമുള്ള സന്തോഷങ്ങളെ, സാധാരണപ്പെട്ട വിനോദങ്ങളെ ഉപേക്ഷിച്ച് നമ്മുടെ ആന്തരിക ദുഃഖത്തെ തിരുമുമ്പാകെ പ്രദർശിപ്പിക്കുക. ഇതാണ് ഉപവാസം. അപ്പോൾ ഉപവാസത്തിൽ നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ എന്താണ്? Inwardly judge ourselves. When we will find our sinful nature, we should become sorrowful, and there should generate a loathing, a strong dislike for those sinfulness. ഉപവാസത്തിൽ സംഭവിക്കേണ്ടതാണിത്. നാം ദൈവവുമായിട്ടുള്ള പ്രൈവറ്റ് സമയം, ദൈവവുമായിട്ടുള്ള രഹസ്യ സമയം, അതിൽ നാം ദൈവം നമ്മെ കാണുന്നത് പോലെ നമ്മളെ കാണാനായിട്ടൊരു പരിശോധന നടത്തുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ കുറിച്ച് ബോധ്യപ്പെടും. ആ ബോധ്യപ്പെടുന്ന പാപങ്ങളെ കുറിച്ച് ദുഃഖിച്ച് വിലപിക്കുക, വ്യസനിക്കുക. കൂടാതെ നമ്മിൽ കാണപ്പെടുന്ന പാപങ്ങളോട് തീവ്രമായ ഒരു അനിഷ്ടം നമ്മിൽ ജനിപ്പിക്കുക, അവയെ വെറുക്കുക, ആ പാപങ്ങളെ നാം ദ്വേഷിക്കുക. ഉപവാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണിത്. ഇത് നാം ചെയ്യണം. ഇതല്ലാതെ നമുക്ക് ആഗ്രഹമുള്ളതൊക്കെ നേടിയെടുക്കാൻ കുറുക്കുവഴി തേടുന്നതല്ല ഉപവാസം. സ്തോത്രം. അപ്പോൾ ഓരോ നിമിഷത്തിലും നാം നമ്മെ വിലയിരുത്തണം, ശുദ്ധീകരണത്തിലേക്ക് വരണം. പ്രത്യേക സമയങ്ങളിൽ ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്ന്
നമ്മുടെ ജീവിതത്തെ നാം വിലയിരുത്തണം, കണ്ടെത്തണം, ശുദ്ധീകരിക്കണം. പാപത്തെ വെറുക്കുവാൻ നാം പരിശീലിക്കണം. സ്തോത്രം. ഇതാണ് ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക എന്ന് കർത്താവ് സർദീസിലെ സഭയോട് പറഞ്ഞതിന്റെ സാരം. വ്യക്തമായി കാണുമല്ലോ. സ്തോത്രം. എങ്കിൽ നമുക്കിന്ന് ഇവിടെ നിർത്താമെന്ന് കരുതുന്നു. ഏറെ പ്രാവശ്യം മുറിഞ്ഞു പോയി, ദയവായി ക്ഷമിച്ചാലും. സ്തോത്രം. നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.